പോലെ പീടുമേ നിന്നെ വിളിച്ചവനുമായുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്ത അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ ആഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ ജീവിതത്തില് പലതരത്തിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിന്ന സമയത്ത് മനസ്സിന് ആശ്വാസം പകർന്ന ഒരു ഗാനമാണിത്. പലപ്പോഴും ഈ പാട്ട് പാടുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുള്ള സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ദേവദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കുന്ന സകലവും, കരഞ്ഞു പ്രാർത്ഥിച്ച് വാങ്ങിക്കുന്ന സകല കാര്യങ്ങളും അനുഗ്രഹം എന്നാണ്. അതുപോലെ തന്നെ കരഞ്ഞു പ്രാർത്ഥിച്ച് വാങ്ങിച്ച ഒരു വേദിയാണ് ഇത് വേണമെങ്കിൽ എന്ന് എനിക്ക് പറയാം. കാരണം എന്റെ ചെറുപ്രായം മുതൽ തന്നെ എനിക്ക് ദൈവവചനം സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. എന്നാലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു മേഖലയിലേക്കൊന്നും എത്തപ്പെടുമെന്നൊന്നും. പക്ഷേ ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അന്ത്യത്തോളം നമ്മെ വഴി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ഇതെന്റെ 4ാമത്തെ മീറ്റിംഗ് ആണ്. സൂം മീറ്റിംഗിൽ ഇതെന്റെ 4ാമത്തെ മീറ്റിംഗ് ആണ്. 2026 ഈ വർഷം മുതൽ തന്നെയാണ് ഞാനും പുറത്തൊക്കെ പോയി കർത്താവിന്റെ വചനം സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓപ്പൺ മീറ്റിംഗിനായിട്ട് ഇന്നലെയാണ് എനിക്ക് ആദ്യത്തെ ഒരു വേദി കർത്താവ് ഒരുക്കി തന്നത്. പലപ്പോഴും ഞാൻ ആയിരിക്കുന്ന സഭയിൽ കർത്താവിന്റെ വചനം സംസാരിക്കാൻ പല അവസരങ്ങൾ എനിക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട്. എങ്കിലും ഇന്നലെയാണ് പുറത്ത് ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ ഭാഗമായി നടന്ന ഒരു മീറ്റിംഗിൽ കർത്താവിന്റെ വചനം സംസാരിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രത്യേകാല് എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിനാണ് ഞാൻ പ്രാരംഭത്തിൽ നന്ദി പറയുന്നത്. കാരണം നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിച്ചു തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം എന്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ദൈവത്തിന് ഞാൻ പ്രാരംഭത്തിൽ നന്ദി പറയുകയാണ്. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ തിരഞ്ഞെടുത്തതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതിനു മുൻപേ തന്നെ നാം എന്തായി തീരണമെന്നും എങ്ങനെയായി മാറണമെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി കർത്താവിന് നമ്മെക്കുറിച്ച് വലിയ വലിയ പദ്ധതികളുണ്ട്. പ്രാരംഭത്തിൽ ദൈവത്തിന് ഞാൻ മാനവും മഹത്വവും സ്തുതിയും എല്ലാ പുകഴ്ചയും അർപ്പിക്കുന്നു. 2024 വർഷം എന്റെ ജീവിതത്തില് ഒത്തിരി കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ കടന്നു വന്നു. പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു. പലരിൽ നിന്നും അവഗണനകളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു ജീവിതമായിരുന്നു എന്റെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനായത് കൊണ്ട് തന്നെ പല ദൈവദാസന്മാരുടെ കേട്ട ദൂതുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എനിക്ക് കഴിഞ്ഞു. മാനുഷിക തലത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗില് കർത്താവിന്റെ വചനം സംസാരിക്കുവാനായിട്ട് ക്ഷണിച്ച പ്രിയ ദൈവദാസൻ റോയ് പാസ്റ്ററോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എനിക്ക് പാസ്റ്റർ ആരാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇവിടെ ആയിരിക്കുന്ന ആരെയും എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ എന്നെ ഈ മീറ്റിംഗിലേക്ക് പരിചയപ്പെടുത്തി തന്നത് സേഫ സിസ്റ്റർ ആണ്. പ്രിയ ദേവദാസി ഈ 2026 വർഷത്തിലെ പ്രാരംഭ ഞായറാഴ്ച ഞങ്ങളായിരിക്കുന്ന സഭ അസംബ്ലീസ് ഓഫ് ഗോഡ് നെടുങ്കുഴി ചർച്ചാണ്. അവിടെ വുമൺസിന്റെ മീറ്റിംഗ് ഒരു ആനിവേഴ്സറി നടന്ന സമയത്ത് പ്രിയ ദൈവദാസിയായിരുന്നു വചനം സംസാരിച്ചത്. അങ്ങനെ ഒരു അവസരത്തിലാണ് അവിടെ വുമൺസ് മീറ്റിംഗ് നടന്നത് കൊണ്ട് എനിക്കും അവിടെ പ്രസംഗിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെയാണ് പ്രിയ ആന്റി ആയിട്ട് പരിചയപ്പെടുവാനായിട്ട് ദൈവം ഭാഗ്യം ഒരുക്കി തന്നത്. ഇതിനെല്ലാത്തിനും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്റെ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. എനിക്ക് 22 വയസ്സാണ് പ്രായം.
എന്റെ മുമ്പിലായിരിക്കുന്നവരെല്ലാം എന്നെക്കാൾ ഒത്തിരി പ്രായമേറിയവരാണ്. ആത്മീക സത്യങ്ങളെ മൂല്യങ്ങളൊക്കെ വില കൽപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടിയിട്ട് ജീവിതത്തെ സമർപ്പിച്ചു കൊണ്ട് ജീവിതം മുൻപോട്ട് നയിക്കുന്നവരാണ് നിങ്ങളെല്ലാം. എന്നെക്കാട്ടും ഒത്തിരി വേദ കാര്യങ്ങൾ അല്ലെങ്കിൽ വേദവചനത്തിന്റെ ആത്മീക സത്യങ്ങളൊക്കെ അനുഗ്രഹിച്ച് ഏറ്റുവാങ്ങി ദൈവത്തിനുള്ള നന്മകളൊക്കെ പ്രാപിച്ച വ്യക്തിത്വങ്ങളാണ് നിങ്ങളൊക്കെ. ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് എന്റെ +2 പഠനത്തിന് ശേഷം ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകി തന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BA സോഷ്യോളജി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവകൃപയാല് എനിക്ക് ദൈവവചനം പഠിക്കുവാനും ദൈവം ഭാഗ്യം ഒരുക്കി തന്നു. ചിന്തിച്ചതിനേക്കാൾ ഉപരിയായി ആദ്യം പ്രാരംഭ മാസങ്ങളിൽ ആഴ്ചകളിലൊക്കെ ഞാൻ അവിടെ കടന്നുപോയി ദൈവവചനം പഠിക്കുവാനായിട്ട്. സത്യവേദ സെമിനാരി എന്റെ വീടിനടുത്താണ്. അപ്പോ ഞാൻ അവിടെ കടന്നുപോയി കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് കയറുന്ന ഒത്തിരി നിമിഷങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സമയം പോലും എനിക്ക് ടൈം മാനേജ്മെന്റ് ചെയ്ത് കൊണ്ടുപോകുവാൻ മുന്നോട്ട് കഴിയാത്ത സമയങ്ങളായിരുന്നു. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, ഇവിടെ കുറച്ച് ട്യൂഷൻ സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്, അവർക്ക് ട്യൂഷൻ എടുക്കുന്നു, ശേഷം വീണ്ടും 7:45 ഞാൻ വീട് വിട്ടിറങ്ങുന്നു. അവിടുത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 4 മണിക്ക് ഞാൻ തിരിച്ചെത്തുന്നു. വീണ്ടും വൈകുന്നേരം 5 മണിക്ക് വീണ്ടും ട്യൂഷൻ എടുക്കുന്നു. അങ്ങനെ എനിക്ക് അതിനോടൊപ്പം തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ കഴിയാത്ത അളവിൽ ഒത്തിരി വന്ന് ഇവിടെ നിന്ന് കരഞ്ഞ് എന്റെ ജീവിതം മുൻപോട്ട് നയിച്ചിരുന്നു. പക്ഷേ ദൈവത്തിന് എന്നെ കുറിച്ച് വളരെയധികം പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ്, ഈ അവസരങ്ങൾ ദൈവം നൽകി തന്നപ്പോഴാണ് എനിക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ആര് പ്രസംഗിക്കുന്നു എന്നതിലല്ല, മറിച്ച് അമേൻ കേൾക്കുവാൻ, ദൈവത്തിന്റെ വചനത്തെ ഗ്രഹിക്കുവാൻ ആരൊക്കെ തയ്യാറാണോ അമേൻ ആ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളൊക്കെ നിറയ്ക്കുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. 2024 വർഷത്തില് നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡില് മത്സരങ്ങളുണ്ട്. മത്സരങ്ങൾ നടക്കുവാനായിട്ട് ഇടയായിത്തരും. ആ കാലഘട്ടത്തില് എനിക്ക് ഡിസ്ട്രിക്ട് തലത്തില് പ്രസംഗത്തിന് 1, 2, 3 സ്ഥാനം ഒന്നും ലഭ്യമാകാതെ വന്നപ്പോൾ നിരാശയോടെ കണ്ണുനീരോടുകൂടെ ഞാൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്റെ കൂടെ വന്ന ഫ്രണ്ട്സിനെല്ലാം വിജയം ലഭിച്ചു. പക്ഷെ സെക്ഷൻ തലത്തിലും മേഖലാ തലത്തിലും ലഭിച്ചു. ഡിസ്ട്രിക്ട് തലത്തിൽ കിട്ടാതെ വന്നപ്പോൾ ഒത്തിരി എന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. വരുന്ന യാത്രയിലും ഭവനത്തിൽ വന്നിട്ടും ഒക്കെ ഒത്തിരി നിരാശയുണ്ടായിരുന്നു. പക്ഷേ ആ വർഷം 2024 വർഷത്തെ അത് കഴിഞ്ഞ് വന്നത് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എനിക്ക് അടുത്ത വർഷം അവിടെ ഫസ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ AGയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ നമുക്ക് പ്രസംഗിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ ഫസ്റ്റ് ലഭിക്കണം. അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എനിക്ക് ഒരു അവസരത്തെ ദൈവം എനിക്ക് നൽകി തരണമെന്ന്. പക്ഷേ ആഗ്രഹിച്ച എന്റെ ഉള്ളത്തെ ആമേൻ നിറയ്ക്കുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തില് എനിക്ക് ഡിസ്ട്രിക്ട് തലന്ത് പരിശോധനയില് 1ാം സ്ഥാനം ലഭിക്കുവാനും അതുപോലെ തന്നെ അടൂർ കൺവെൻഷന്റെ വേദിയിൽ കർത്താവിന്റെ വചനത്തെ പ്രസംഗിക്കുവാൻ ഈ ജനുവരി 31 ദിവസം എനിക്ക് ദൈവം ഭാഗ്യം നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ചെറിയ പദവി പോലും എനിക്ക് ഏറ്റവും വലുതാണ്. കാരണം ആഗ്രഹിച്ച് ചോദിച്ചു വാങ്ങിയതാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. എനിക്കറിയാം, സ്വയം പ്രശംസിക്കുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത്. ഞാൻ സ്വയം പുകഴുന്നതല്ല, എനിക്ക് കഴിവുകൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നതല്ല. പക്ഷേ നടത്തിയ ദൈവത്തെ ഓർക്കുമ്പോൾ ആ കർത്താവിന് എന്നിലൂടെ, എന്റെ സാക്ഷ്യത്തിലൂടെ എന്റെ കർത്താവിനെയാണ് ഞാൻ മഹിമപ്പെടുത്തുന്നത്. ആ കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് അല്പസമയത്ത് നാം കർത്താവിന്റെ വചനത്തിൽ നിന്ന് ശ്രവിക്കുവാനായിട്ട് പോവുകയാണ്. അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നിങ്ങളുടെ മുൻപാകെ ഒരു വേദവചനം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ അല്പസമയം കർത്താവിന്റെ വചനത്തിൽ നിന്ന് പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്രകാരം വചനം പറയുന്നു: നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആമേൻ. ഈ വചനദൂതനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വായിച്ച വചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഒരു വചനമാണ്. ഈ പുസ്തകം എഴുതിയത് ആരെന്ന് ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോസ്തലനായ യോഹന്നാനാണ്. ആരാണ് ഈ യോഹന്നാൻ എന്ന് നാം പരിശോധിക്കുമ്പോൾ, പുതിയ നിയമം നാം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും ആരാണ് ഈ യോഹന്നാൻ. യേശു കർത്താവിന്റെ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി. ചരിത്രം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്:
ചരിത്രം പറയുന്നത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു ഈ യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. എല്ലാറ്റിനേക്കാളും ഉപരി യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ. യേശു ഏറെ സ്നേഹിച്ച ഒരു ശിഷ്യനാണ് യോഹന്നാൻ. അതിലുപരി യേശുവിന്റെ മാറോട് ചേർന്നിരുന്നു കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കർത്താവിനുണ്ടായ മർമ്മ രഹസ്യങ്ങളെ ഈ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഒരു വ്യക്തിയോട് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിയെക്കുറിച്ചുള്ള ആഴമേറിയ അനുഭവങ്ങളെ നമുക്ക് ലഭ്യമാകുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ യോഹന്നാൻ യേശു കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന് കർത്താവിനെ തള്ളിപ്പറയാതെ യേശു എവിടെയെല്ലാം പോകുന്നുവോ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ എല്ലാം യോഹന്നാന്റെ പങ്കാളിത്തം ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷി മരണം കൈവരിച്ചപ്പോൾ സ്വാഭാവികമായി ഒരു വയോധികനായി മരിച്ച ഒരേ ഒരു വ്യക്തി ഈ യോഹന്നാൻ അപ്പോസ്തലനായിരുന്നു. ഈ യോഹന്നാൻ അപ്പോസ്തലൻ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. റോമ ഗവൺമെന്റിൽ റോമൻ ഭരണത്തെ അവർക്ക് അനുകൂലമായിട്ടല്ല, ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു ഭരണം, ദൈവമക്കൾക്ക് വിരോധമായിട്ടുള്ള ഒരു ഭരണം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ യോഹന്നാൻ അപ്പോസ്തലൻ. ഈ ചക്രവർത്തിയുടെ കൽപ്പനകളെ ലംഘിക്കുന്നവർക്ക് കഠിനമായിട്ടുള്ള ശിക്ഷകൾ അന്ന് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനത്തെയും നിമിത്തമാണ് ഈ യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അന്നുണ്ടായിരുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഈ തലയുടെ രൂപമെടുത്ത് അതിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്നുള്ള കൽപ്പന. എന്നാൽ യേശു കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ അറിയാം, എന്നെ വിളിച്ചത് ഒരു മാനുഷിക തലത്തിലുള്ള ഒരു രാജാവല്ല, ഒരു പുരോഹിതനല്ല, ഒരു ചക്രവർത്തിയല്ല, മറിച്ച് രാജാവായ ഒരു കർത്താവായ ദൈവമാണ് എന്നെ വിളിച്ചത് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ഈ യോഹന്നാൻ യേശു കർത്താവിനെ ഒരിക്കലും തള്ളിപ്പറയുവാനായിട്ട് ഇടയാക്കിയിട്ടില്ല. ജോസഫ് എന്ന ചരിത്രകാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, വേദപുസ്തകത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. യേശു കർത്താവിന്റെ സാക്ഷ്യം നിമിത്തം ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ ആദ്യം രണ്ടുപേർ ചേർന്ന് തിളച്ച എണ്ണയിലേക്കാണ് എടുത്തിട്ടത്. എന്നാൽ അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ മനുഷ്യന്റെ ദേഹം ഇപ്പോൾ തടിച്ചു വരും, വീർത്തു വരും, പൊട്ടി ഒലിക്കുമെന്നൊക്കെ ഇവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ മനുഷ്യന്റെ യോഹന്നാൻ എന്ന അപ്പോസ്തലന്റെ ശരീരത്തിൽ ഒരു രോമത്തിന് പോലും കേടുവരാതെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അല്ലെങ്കിൽ നിരാശയുടേതായിട്ടുള്ള വക്കിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ആമേൻ. ഈ ലോകത്തിലെ പലരും വിധി എഴുതും, നമ്മെ നോക്കി വിധി എഴുതുവാനായിട്ട് ഇടയായിത്തീരും, ഇനി ഒരു ഉയർച്ചയില്ല, നീ ഇവിടം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുവാനായിട്ട് ഇടയായിത്തീരുമെന്ന് ഈ ലോകം നമ്മെ നോക്കി വിധി എഴുതുമ്പോൾ നമ്മുടെ കർത്താവിന് നമ്മെ കുറിച്ച് ആമേൻ ഇതിനപ്പുറമായി ഹല്ലേലൂയ നമ്മെ കുറിച്ച് ഒരു പദ്ധതി ഉള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. യോഹന്നാൻ ഏകദേശം 90-95 വയസ്സ് കാലഘട്ടത്തില് ഈ എണ്ണയിലും യോഹന്നാന്റെ ശരീരത്തിന് ഒരു കേടുപോലും വരാത്തത് കൊണ്ട് ഇവിടെ നിന്നും യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് അയക്കുകയാണ്. ഏജിയൻ കടലിന്റെ തീരത്ത് ഉള്ള ഒരു ദ്വീപാണ് ഈ പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത്. അവിടെ യോഹന്നാൻ ഒരു പക്ഷെ പോയപ്പോൾ കണ്ടെന്നിരിക്കാം. യോഹന്നാൻ ചിതറിക്കിടക്കുന്ന മാംസങ്ങളും അസ്ഥികഷണങ്ങളും തലയോട്ടികളും ഒക്കെ കണ്ടെന്നിരിക്കാം. കാരണം യോഹന്നാന് മുൻപേയും പലരെയും ഈ ദ്വീപിലേക്ക് നാട് കടത്തിയിട്ടുണ്ടാവാം. അവരാരും അവരുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ യോഹന്നാൻ ഇത് പോയി കാണുമ്പോൾ തന്റെ മനസ്സ് വല്ലാതെ ഉടഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ താൻ അവിടെ നിന്നുകൊണ്ട് മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിലേക്ക് ഇരിക്കുവാനായിട്ട് തയ്യാറായി. ഒരുപക്ഷെ പത്മോസ് എന്ന ഏകാന്തതയിലേക്ക് താൻ ചെന്നെത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ വെളിപ്പാടെന്ന പുസ്തകത്തെ എഴുതുവാനോ യേശു ക്രിസ്തുവിന്റെ രൂപത്തെ ദർശിക്കുവാനോ അവന് കഴിയുകയില്ലായിരുന്നു. ഇതുപോലെയാണ് പ്രിയ ദൈവമക്കളെ, ചില കഷ്ടതകളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഹല്ലേലൂയ നമ്മെ നോക്കി നമുക്ക് ഒരു നല്ലൊരു സാക്ഷ്യം നൽകി തന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. യോബിന്റെ ജീവിതത്തിലും കഷ്ടതകളും പ്രതികൂലങ്ങളും വന്നു, പക്ഷേ പിറുപിറുക്കാതെ ദൈവത്തിന്റെ സന്നിധിയില് ഒരു വാക്ക് പോലും പറയാതെ, എന്തിന് എന്നുള്ള ഒരു വാക്ക് ചോദ്യചിഹ്നമായി നിൽക്കാതെ ആമേൻ ദൈവസന്നിധിയിലേക്ക് ഒന്ന് മുഴങ്കാൽ മടക്കി നാം ഇരിക്കുവാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്ദിച്ചവരുടെ മധ്യേ അവഗണിച്ചവരുടെ മധ്യേ നമ്മെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. എന്റെ ജീവിതത്തിലും 2019 എന്ന് പറയുന്ന കാലഘട്ടം, ആ ഒരു വർഷം ഞാൻ SSLC
ടൈമില് എന്റെ എക്സാം ഒക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് ഞാൻ ഈ താമസിക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ഞാൻ തിരുവനന്തപുരം ജില്ലയില് കാട്ടാക്കട എന്ന പ്രദേശം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാട്ടാക്കടയിൽ നിന്ന് ഒരു 4 കിലോമീറ്ററിനപ്പുറം ചെറുകോട് എന്ന ദേശത്താണ്. ചിലർക്ക് വിളപ്പിൽശാല എന്ന പ്രദേശം അറിയായിരിക്കാം. അവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഒക്കെ എന്റെ ഭവനത്തിൽ വരാനായിട്ട് ഒരു ഡിസ്റ്റൻസ് ഉള്ളൂ. ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ ഭവനത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീടുകളൊക്കെ അവര് ഹിന്ദുക്കളാണ്. ഒത്തിരി പേര് ഹിന്ദുക്കളുണ്ട്, CSI മാർഗത്തിലുള്ളവരൊക്കെ ഉണ്ട്. ഞങ്ങളായിരിക്കുന്ന ഈ ദേശത്ത് ഒത്തിരി പേര് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലമൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു. ഞങ്ങൾക്ക് ഒരു 10 സെന്റ് സ്ഥലമാണ്. എന്റെ പപ്പ എന്റെ അമ്മയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് 1 സെന്റ് വസ്തു പോലും എന്റെ പപ്പയ്ക്ക് ഇല്ലായിരുന്നു. എന്റെ പപ്പ അമ്മയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ഒരു പള്ളി വീട്ടിലായിരുന്നു. എങ്കിലും ദൈവം നമുക്കിവിടെ ഒരു 10 സെന്റ് ഭൂമിയൊക്കെ പപ്പയ്ക്ക് ദാനമായി നൽകി ഒരു ഭവനം പണിതു. ഭവനത്തിന്റെ പണികളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് അടുത്ത മാസം എന്റെ വിവാഹം നടക്കുകയാണ്. തക്ക സമയത്ത് ഒരു ഭാവി എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. അതുകൊണ്ട് തന്നെ ചില പണികളൊക്കെ ഭവനത്തിൻ്റെതായിട്ടുള്ള പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒത്തിരി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിനിടയ്ക്കാണെങ്കിൽ കർത്താവിന്റെ വചനം സംസാരിക്കുന്നത്. എന്റെ അമ്മ ഒരു സ്കൂളിൽ ഫുഡ് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരുപാട് ജോലിയൊക്കെ എനിക്ക് തിരക്കുകളുണ്ട്. അതിനിടയിലും കർത്താവിന്റെ വചനം സംസാരിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി തന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മുൻനിർണയത്തിൽ ഉള്ള ദിവസമായത് കൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു മാറ്റി വെച്ചിരിക്കുക. എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അവസരങ്ങളും ഞാൻ ഇന്ന് വരെ മാറ്റി വെച്ചിട്ടില്ല. എത്രത്തോളം അവസരം ലഭിക്കുമോ അത്രത്തോളം അവസരവും ഞാൻ കർത്താവിന് വേണ്ടി തന്നെ നിൽക്കുവാനായിട്ട് ഇടയായിത്തരും. എന്റെ ചർച്ചിൽ എന്തൊരു ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടന്നു കഴിഞ്ഞാലും എനിക്ക് വേണ്ടി അവർ ആദ്യമായിട്ട് ഒരുക്കുന്നത് ഒരു പ്രസംഗമായിരിക്കും. ഒരു പ്രസംഗം ഏത് മീറ്റിംഗ് നടന്നാലും എനിക്ക് അവർ നൽകുവാനായിട്ട് ഇടയായിത്തരും. അതൊക്കെ തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഈ ഒരു രംഗത്തൊക്കെ കടന്നു വരുവാനായിട്ട് ദൈവം ഭാഗ്യം നൽകി തന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ ഈ ചുറ്റുപാട് നമ്മൾ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അതിര് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരുന്നു. എങ്കിലും നമ്മൾ ഒരു വാക്ക് പോലും അവരോട് നമ്മൾ ഒരു വാക്ക് പോലും പ്രതികരിച്ചൊന്നും പറയാനായിട്ട് നമ്മൾ പോയില്ല. മിണ്ടാതിരുന്ന അന്ന് നമ്മുടെ കുടുംബം, എനിക്ക് പപ്പ, അമ്മ, ഒരു ചേട്ടനുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിലിട്ട് പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് തുനിഞ്ഞത്. പക്ഷേ അധികാരികളോട് പോലും സംസാരിച്ച അവർ ഒരുപാട് ഫയൽ നിരത്തി അവരുടെ കയ്യിൽ അധികാരികളോട് കൊടുത്തപ്പോൾ അതിനെല്ലാം കീറി കളഞ്ഞുകൊണ്ട് അധികാരികളുടെ മുൻപില് നമ്മുടെ എന്റെ ദൈവം എന്റെ പപ്പയെ അമ്മയെ അവിടെ നിന്ന് ഒരു ലജ്ജിപ്പിക്കുവാൻ സംഗതി ഇല്ലാത്തവരായി അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് എന്റെ ദൈവത്തിന് കഴിഞ്ഞു. അതൊക്കെ എന്നിട്ടും ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒത്തിരി പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഈ ദേശത്തിലുണ്ട്. എങ്കിലും അവരൊക്കെ ചോദിച്ചു, പെന്തക്കോസ്ത് പള്ളിയിൽ എന്തിനാണ് നിങ്ങൾ പോകുന്നത് ഒക്കെ ഒരുപാട് അങ്ങനെ നമ്മളെ അവഗണിച്ചു മാറ്റി നിർത്തിയ സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ നടുവിലും ദൈവം നമ്മളെ നടത്തുന്നതിനായി ഞാൻ നന്ദി പറയുകയാണ്. ദൈവം എത്രത്തോളം കൊണ്ടുവന്നതിനൊക്കെ നന്ദി പറയുകയാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നാം എന്തിനെന്ന് ചോദിക്കരുത്, മറിച്ച് കർത്താവ്, നമുക്കറിയാം ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ അവൻ പൊന്നുപോലെ നമ്മെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുപോലെ തന്നെയാണ് യോഹന്നാന്റെ ജീവിതത്തിലും കഷ്ടതകൾ വന്നപ്പോഴും ഒരു വാക്കുപോലും ഒരു മറുതലിച്ചുകൊണ്ട് എന്തിനു വേണ്ടി എന്നുള്ള കാര്യമല്ല, പക്ഷേ ദൈവസന്നിധിയിലേക്കൊന്ന് മുഴങ്കാൽ മടക്കുവാൻ തയ്യാറായപ്പോൾ യേശു കർത്താവ് അവന് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നതിനുള്ള കാര്യം വെളിപ്പാട് പുസ്തകത്തിലെ പ്രാരംഭ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ യോഹന്നാൻ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ മോശയും ഏലിയാവും ഒക്കെ മറുരൂപ മലയിൽ പ്രത്യക്ഷമായതൊക്കെ ആ തേജസ്സിനെയൊക്കെ അനുഭവിച്ചവനാണ് യോഹന്നാൻ എന്ന് പറയുമ്പോൾ, പക്ഷേ അതിനേക്കാളും ഉപരിയായി യേശു കർത്താവ് അവന്റെ മുൻപാകെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് അവനെ തൊട്ടിട്ട് അവന്റെ തൊടുമ്പോൾ അവൻ കർത്താവിന്റെ മുൻപാകെ കാൽക്കൽ വീഴുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ യേശുവിന്റെ രൂപത്തെ വർണ്ണിക്കുവാൻ, യേശുവിന്റെ രൂപത്തെ ഒന്ന് ദർശിക്കുവാനായിട്ട് ദൈവം യോഹന്നാന് ഭാഗ്യം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ യേശു കർത്താവ് 7 നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച അണിഞ്ഞുകൊണ്ട് അവന്റെ രൂപത്തെ ദർശിക്കുവാൻ യോഹന്നാന് കഴിഞ്ഞു. അവന്റെ ശബ്ദത്തെ, അവന്റെ സ്വഭാവത്തെ, അല്ലെങ്കിൽ അവന്റെ മുഖഭാവത്തെ ഒക്കെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പെരുവെള്ളങ്ങളെ പോലെ ഇരച്ചിലുള്ള ശബ്ദമാണ് യേശുവിൻ്റെതെന്ന് അനുഭവിച്ചറിയുവാൻ യോഹന്നാന് ഭാഗ്യം കൊടുത്തു. ആ യോഹന്നാൻ ഇപ്രകാരം പറയുകയാണ്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്?
സന്തോഷിച്ചുല്ലസിച്ച് നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടി നാം ദൈവത്തെ മഹത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. മനുഷ്യരെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചവരാണ്. ബുദ്ധിയുള്ളവരാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ. അങ്ങനെയെങ്കിൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നാം ബുദ്ധിയുള്ള ആരാധനായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം എന്ന്, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് കരേറ്റുന്ന ആരാധന എന്ന് പറയുന്നത്. ഹൃദയ നുറുക്കത്തോടെ നാം ദൈവസന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷ ദൈവം ദർശിക്കുവാനായിട്ടിടയായിത്തീരും. അതിന് ദൈവം ഉത്തരം നൽകി തരുവാനായിട്ടിടയായിത്തീരും. നമ്മോട് പറയുന്നത് സന്തോഷിച്ചാണ്, ഉല്ലസിച്ചു കൊണ്ടാണ് നാം നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്? കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ഈ കുഞ്ഞാടെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സാക്ഷാൽ യേശു ക്രിസ്തുവിനെയാണ് അത് കാണിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ യേശുവിന് മുൻപായി വന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇതാ സാക്ഷാൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മുടെ അഥവാ ലോകത്തിലായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ചുമന്നു കൊണ്ടുവന്ന ഒരു സാക്ഷാൽ ഒരു കുഞ്ഞാടാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. എന്താണ് ഒരു കുഞ്ഞാടിന്റെ പ്രത്യേകത? ഒരു കുഞ്ഞാടെന്ന് പറയുമ്പോൾ ഇടയന്റെ ശബ്ദത്തെ കേട്ടുകൊണ്ട് ആജ്ഞകളെ അനുസരിക്കുക, അതാണ് ഒരു കുഞ്ഞാടെന്ന് പറയുന്നത്. മാത്രമല്ല സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി മരിക്കുന്നത്. ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഇടയന്റെ ആജ്ഞ അനുസരിക്കുന്നു. സാക്ഷാൽ യേശു ക്രിസ്തു എന്ന കുഞ്ഞാടും പിതാവാം ദൈവത്തിൽ നിന്നുള്ള ആജ്ഞയെ കേട്ടുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ലോകത്തിലേക്ക് സർവ സുഖവും എല്ലാം വെടിഞ്ഞുകൊണ്ട്, പല പൊസിഷനുകൾ വെടിഞ്ഞുകൊണ്ട്, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയും പൊസിഷൻസിന് വേണ്ടിയിട്ട് അനേകർ കൊതിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ യേശു കർത്താവ് സകല സുഖത്തെയും വെടിഞ്ഞുകൊണ്ട്, സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് എന്റെ യേശു ക്രിസ്തു ഈ താണ ലോകത്തിലേക്ക് അവതരിക്കുവാനായിട്ടിടയായി തീർന്നു. എന്തിനു വേണ്ടി? എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ആ കർത്താവ് രക്ഷ നൽകി തരുവാനായിട്ടിടയായി തീർന്നത്. പൗലോസ് പറയുന്നത് നമ്മെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ്. ആ യേശു ക്രിസ്തു കുഞ്ഞാടായ ക്രിസ്തുവിനോടാണ് നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ യേശു ക്രിസ്തു കുഞ്ഞാടായിരിക്കുമ്പോൾ അവന്റെ വധുവായി കാണപ്പെടുന്നത് വിശ്വാസ സമൂഹങ്ങളായ സഭയായ നമ്മെ ഓരോരുത്തരെയുമാണ്. ആ കുഞ്ഞാടിന്റെ വേദിയില് അംഗങ്ങളായി വിശുദ്ധ ദൂതന്മാരും കാണുവാനായിട്ടിടയായിത്തീരും. ഈ ഒരു നിമിഷത്തിനു വേണ്ടിയാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്. ആ കർത്താവിന്റെ വരവ് ഏതു നേരത്തും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതിന്റെ ലക്ഷണങ്ങൾ ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും യുദ്ധത്തിന്റെയും ക്ഷാമത്തിന്റെയും കെടുതിയിലൂടെ നമ്മുടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഒന്നോർക്കണം, ആ കാലം ഏറ്റവും ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞാടിന്റെ കല്യാണം ഏറെ ആഗതമായി കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ ആ ഒരു വേദി നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നാം ഈ ഭൂമിയിൽ ജീവിച്ചത് കൊണ്ട് ഒരർത്ഥവുമില്ല. നമ്മുടെ നടപ്പും എല്ലാം വെറുതെ ആയിത്തീരും. നാം ഓടിയതും അധ്വാനിച്ചതും എല്ലാം വെറുതെ ആയി തീരുവാനായിട്ടിടയായിത്തീരും. പ്രിയമുള്ളവരെ, നമുക്കറിയാം നാം ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നത് എപ്പോഴും സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2025 ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഒരു വർഷം എനിക്ക് ബൈബിൾ കോളേജിൽ ഞാൻ ഫെബ്രുവരി 15 ഗ്രാജുവേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു വർഷം അതിന് വേണ്ടിയിട്ടാണ് ഒരു വർഷത്തിലെ ലാഗ് എനിക്ക് വന്നത്. പക്ഷെ എനിക്ക് ബൈബിൾ കോളേജ് പഠനം കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായത്. അത് ദൈവം നിവർത്തിച്ചു തന്നു. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കറിയാം ഒരു വിവാഹത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ സമയമെടുക്കും. അതിനുവേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. എന്നാൽ നാം ഒന്നോർക്കണം, ഏകദേശം 2000-ഓളം വർഷമായി ഒരു രാജകീയ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് കേവലം വെറും ഒരു വിവാഹമല്ല, ഒരു രാജാവും ഒരു രാജ്ഞിയുമായി മാറുന്നതിനുള്ള ഒരു വിവാഹമാണ് ഹല്ലേലൂയ ആ കല്യാണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് ഈ പെന്തക്കോസ്റ്റലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, ചാൾസ് പെർഹാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്:
സഭയുടെ ഭൂമിയിലെ യാത്ര കഴിഞ്ഞിട്ട് ക്രിസ്തുവിനോട് ഒന്നിച്ചുള്ള ഒരു നിത്യമായ ഐക്യമുണ്ട്. അതാണ് ഈ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത്. പുതിയ നിയമം ഗ്രീക്ക് ഭാഷ അഥവാ യവന ഭാഷയിലാണ് എഴുതപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പദങ്ങൾ, കുഞ്ഞാട് എന്നതിനും കല്യാണം എന്നതിനും യവന ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗാമോസ്, ആർണിയോ എന്ന രണ്ട് യവന ശബ്ദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പദമാണ് ഈ കുഞ്ഞാട്, ഈ കല്യാണം എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവർക്കും അവിടെ കയറി പോകുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞാടായ ക്രിസ്തു യേശു നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. പഴയ നിയമം നാം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പുരോഹിതനെ കാണാം, മഹാപുരോഹിതനെ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുരോഹിത ശ്രേണിയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിന്നിരുന്നാണ് മഹാപുരോഹിതൻ എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ നമ്മോട് പറയുന്നത് എന്തിനാണ്? ആ കല്യാണ വേദിയിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ ഈ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഭാഗവാക്കായി മാറുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നു. ഈ പദവി ആദ്യമായി നൽകിയത് അഹരോനായിരുന്നു. ശേഷം തന്റെ തലമുറകൾക്കും പിൻഗാമികൾക്കും നൽകി വന്നതായിട്ട് പഴയ നിയമ പുസ്തകം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഒരു പുരോഹിതന്റെ കടമ എന്ന് പറയുമ്പോൾ, ഒരു പുരോഹിതൻ ഉണ്ടായിരിക്കേണ്ട 8 സവിശേഷതകളെ കുറിച്ച് പഴയ നിയമ പുസ്തകം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. ഒന്ന്, എബ്രായർക്കെഴുതിയ ലേഖനം, അത് പുതിയ നിയമത്തിലാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം പഠിക്കുമ്പോൾ പുരോഹിതൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 5-ൽ പഠിപ്പിക്കുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് പുരോഹിതൻ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരിക്കണം. അഹരോൻ, അതായത് പഴയ നിയമത്തിൽ തൈലക്കൊമ്പിൽ അഭിഷേകം നിറച്ചു അവർ അഭിഷേകം ചെയ്തു വന്നു എങ്കിൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാലാണ് അഭിഷേകം ചെയ്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4-ാമത്തെ കാര്യം, ലേവ്യ പുസ്തകം 1-ാം അധ്യായം 7-ൽ പറയുന്നു പുരോഹിതൻ യാഗം അർപ്പിക്കുന്നവനാണ്. അതുപോലെ ലേവ്യ 16-17 5-ാമത്തെ കാര്യം, പുരോഹിതൻ ജനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നവനായിരിക്കണം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ പുരോഹിതൻ ജനത്തെ അനുഗ്രഹിക്കുന്നവനായിരിക്കണം എന്ന് കാണുന്നു. ലേവ്യ 21-ാം അധ്യായത്തിൽ നാം കാണുന്ന പോലെ പുരോഹിതൻ അംഗവൈകല്യമില്ലാത്തവനായിരിക്കണം. അതിന്റെ 8-ാമത്തെ വാക്യമാണ്, 8-ാമത്തെ സവിശേഷത, പുറപ്പാട് പുസ്തകം 29:8 കാണുന്നു ഒരു പുരോഹിതൻ പൗരോഹിത്യ വസ്ത്രം ധരിക്കണം. എന്നാൽ മുകൾ പറഞ്ഞ 7 സവിശേഷതകളും പഴയ നിയമത്തിലെ പുരോഹിതന്മാരിൽ കണ്ടിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു പൗരോഹിത്യ വസ്ത്രം ധരിച്ചിട്ടില്ല. കാരണം യേശു കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് യെരുശലേമിലെ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരുന്നില്ല. യേശു കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി, ഒരു പ്രത്യേക മനുഷ്യന് വേണ്ടിയോ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടി ഒരു ഇൻഡിവിജ്വൽ പരമായിട്ടുള്ള ഒരു മരണമായിരുന്നില്ല. യേശു കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് സാക്ഷാൽ സർവ്വ ലോകത്തിനു വേണ്ടിയായിരുന്നു. ആ യേശു കർത്താവ് ഇന്നും മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഉദാഹരണം തന്നെയാണ് യേശു ക്രിസ്തു യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് എന്ന ദ്വീപ് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ യേശു ക്രിസ്തു ഇന്നും പുരോഹിത ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തിലൂടെയും യേശു ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ്. പഴയ നിയമത്തിൽ ലേവ്യ പുരോഹിതനായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു കർത്താവോ യഹൂദ ഗോത്രത്തിലായിരുന്നു യേശു കർത്താവ് എന്ന് പറയുന്നത്. മാത്രമല്ല പഴയ നിയമത്തിൽ അനേക യാഗങ്ങൾ അർപ്പിച്ചിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോഴോ യേശു ക്രിസ്തു ഒരൊറ്റ ഏക യാഗം മരണമായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അത് യഹൂദ ജനതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു പഴയ നിയമത്തിലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം സകല ലോകർക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതുപോലെ പഴയ നിയമം പഠിക്കുമ്പോൾ അത് അഹരോന്യ ക്രമമായിരുന്നു നമുക്ക് പഠിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം എന്ന് പറയുന്നത് അത് മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം ഉള്ളത് കൊണ്ട് തന്നെ അത് ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉയർന്നത് എന്ന് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് ഇന്നും ഈ മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടി തന്നെയാണ്, അതിലൂടെ അല്ലെങ്കിൽ ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഫലമായിട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ച
കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് നമുക്ക് രക്ഷ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആ രക്ഷയെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. കാരണം നാം വില കൊടുത്തിട്ടല്ല അത് ലഭിച്ചത്, പക്ഷേ ദൈവം അതിനു വേണ്ടി വില കൽപ്പിച്ചു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആ രക്ഷയെ കർത്താവ് നമുക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആമേൻ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അത് യേശു ക്രിസ്തുവിലൂടെ മാത്രം ലഭ്യമാകുന്നു. രണ്ട്, നമുക്കൊരു മധ്യസ്ഥനെ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. യേശു കർത്താവ് ഇന്നും പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏത് സമയവും കർത്താവിനോട് പോയി നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയുവാനായിട്ടുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീരുന്നു. മൂന്ന്, നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിച്ചതാണ് കൃപ എന്ന് പറയുന്നത്. ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന്റെ പേരാണ് കൃപാസനം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം പുരോഹിതൻ ഈ കൃപാസനത്തിൽ പ്രവേശിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോഴോ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ ആമേൻ ദൈവാലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതിലൂടെയാണ് നമുക്ക് കൃപാസനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള, ഏത് സമയവും നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു ഭാഗ്യത്തെ കർത്താവ് നൽകി തരുവാനായിട്ട് ഇടയായിത്തീരുന്നു. പാപത്താൽ ദൈവവുമായുള്ള ബന്ധം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആ സ്വർഗീയ വിളിയിലൂടെ, ദത്തെടുപ്പ് എന്ന ഭാഗ്യ പദവിയിലൂടെ നമുക്ക് വീണ്ടും അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആമേൻ കർത്താവിനെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തരുവാനായിട്ടിടയായിത്തീരുന്നു. ആമേൻ. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, നമുക്ക് ആമേൻ ധൈര്യം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഏത് സമയത്തും നമുക്കൊരു ഇടനിലക്കാരെ കൂടാതെ തന്നെ യേശുവിന്റെ മുൻപാകെ ഏത് സമയത്തും നമുക്ക് ചെന്നെത്തുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നാം ഒന്ന് കർത്താവിനോട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ കർത്താവ് മകനെ മകളെ എന്ന് നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാനായിട്ട് ഇടയായിത്തീരും. അഞ്ചാമത് നമുക്ക് ലഭിച്ചതാണ് രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ രാജകീയ പുരോഹിത വർഗമാണ് നാം ഓരോരുത്തരും എന്ന് പറയുന്നത്. ഈ രാജാവ്, യേശു കർത്താവായ രാജാവ് ആമേൻ സഭയായ മക്കളായ നമ്മെ തേടി വന്നത് ആമേൻ നമ്മെ ഒരു രാജകീയ പുരോഹിത വർഗമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. രാജാവിൽ നിന്ന് ലഭിച്ചവരെല്ലാം രാജാക്കന്മാരായി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ പുരോഹിതന്മാരിൽ നിന്ന് ജനിച്ചവർ പുരോഹിതന്മാരെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ യേശു ക്രിസ്തു രാജാവും പുരോഹിതനുമാണ്. അങ്ങനെ ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവരാണ് നാം ഓരോരുത്തരും എന്ന് പറയുന്നത്. അപ്പോൾ തന്നെയും നാമും ഒരു രാജകീയ പുരോഹിത വർഗമായി, ഒരു രാജാവിന്റെ മകനായി മകളായി, ഒരു പുരോഹിതന്റെ മകനായി മകളായി നമുക്കും ആമേൻ മാറുവാനുള്ള ഒരു ഭാഗ്യം യേശു ക്രിസ്തു നൽകി തരുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ആമേൻ ഒരുക്കത്തോടെ ആയിരിക്കുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും അവിടെ ചെന്നെത്തുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഒന്ന്, അതിന് ക്ഷണനം ആവശ്യമാണ്. ആമേൻ. ആ ക്ഷണക്കത്ത് ലഭിച്ചില്ല എങ്കിൽ നമുക്ക് ചെന്നെത്തുവാൻ കഴിയുകയില്ല. ഏതൊരു വിവാഹത്തിനും ആമേൻ ക്ഷണക്കത്ത് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിവാഹത്തിന് പോകുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പക്ഷെ യേശു ക്രിസ്തുവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് രക്ഷ ആമേൻ എന്ന അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. അതിലൂടെ തന്നെയാണ് നമുക്ക് ഹല്ലേലൂയ ആ ഒരു കല്യാണ വേദിയിൽ ഭാഗവാക്കുവാകുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ക്ഷണക്കത്ത് ലഭിക്കണമെങ്കിൽ യേശു വിശ്വസിക്കുമ്പോൾ ആമേൻ നമുക്കത് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. രണ്ട്, ജയിച്ചവർ. ലോകത്തെയും ജഡത്തെയും പാപത്തെയും പിശാചിനെയും ജയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ വിജയങ്ങൾ ഹല്ലേലൂയ നാം മത്സരത്തിനു വേണ്ടി ജയിക്കാറുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഹല്ലേലൂയ നമുക്ക് പടവെട്ടി പോരാടിയാൽ മാത്രമേ ഈ വൈശാചിക ശക്തികളെ ജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ക്രിസ്തുവിനെ തന്നെ നാം ധരിച്ചെങ്കിൽ മാത്രമേ, വെളിച്ചത്തിന്റെ ആയുധ വർഗധാരികളായി നാം ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് പൈശാചിക ശക്തികളെ പോരാടി ജയിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ ഒരു കല്യാണ ആമേൻ സദ്യയിലേക്ക് നമുക്കും പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആമേൻ. മൂന്ന്, നാം ഒരുങ്ങിയിരിക്കണം. ഒന്ന്, ക്ഷണിക്കപ്പെടണം. രണ്ട്, ജയിക്കണം. മൂന്ന്, നാം ഒരുങ്ങിയിരിക്കണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഒരു ഉപമയും നമുക്ക് കാണാം. ആമേൻ. ബുദ്ധിയുള്ള 5 കന്യകമാർ വിളക്കിൽ ആമേൻ എണ്ണ നിറച്ചുകൊണ്ട് ഒരുങ്ങിയിരുന്നു. എന്നാൽ എണ്ണ നിറയ്ക്കാത്തവർ കൈവിടപ്പെട്ടു പോയ സാഹചര്യത്തിൽ ആമേൻ ഒരുങ്ങിയിരുന്നവർ കർത്താവിനോടുകൂടി എടുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, നാമും നമ്മുടെ ഹല്ലേലൂയ വിളക്കിൽ എണ്ണ തെളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന എണ്ണയെ നമ്മുടെ ഉള്ളിൽ നാം സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കും അവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നാം ഒരുങ്ങിയിരുന്ന് ഏത് നേരത്തും കർത്താവ് വരാം. അതുകൊണ്ട് തന്നെ നാം ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്കും അവിടെ ഭാഗവാക്കായി മാറുവാൻ ദൈവം ഭാഗ്യം നൽകി തരുവാനായിട്ട് ഇടയായിത്തീരും.
ഈ മണവാട്ടി സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേക സവിശേഷതകളെ കുറിച്ച് പൗലോസ് ഇപ്രകാരം എഴുതി. എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അതിന്റെ 27 മുതലുള്ള വാക്യം നാം പഠിക്കും. ഇപ്രകാരം നമുക്ക് കാണുന്നു. 26 മുതൽ, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോ യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് തന്റെ ശരീരത്തിൽ ഏൽപ്പിച്ചു തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് സഭയായ നമ്മെ ഓരോരുത്തരെയും വിശുദ്ധിയോടെ തനിക്ക് മുൻപിൽ കാണപ്പെടണമെന്നാണ്. പഴയ നിയമത്തിൽ യാഗമർപ്പിക്കുന്ന മൃഗങ്ങൾക്കുള്ള അതേ സവിശേഷതയാണ് ഇവിടെയും കാണുവാൻ സാധിക്കുക. അവയ്ക്കും യാതൊരു വിധത്തിലുള്ള കറയോ മാലിന്യങ്ങളോ ഒന്നും പറ്റാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അതിലും വൈകല്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാമും വിശുദ്ധിയോടുകൂടി നിൽക്കണമെന്നുള്ള കാര്യമാണ്. യേശുക്രിസ്തു നമ്മെ നോക്കി ആഗ്രഹിക്കുന്നത് കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത ഒരു സഭയെ ചേർക്കുവാനാണ് എന്റെ യേശു കർത്താവ് വരാൻ പോകുന്നത്. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. എന്നാൽ ആ കൽപ്പനയെ സ്വീകരിച്ചുകൊണ്ട് അതിനെ ആത്മാർത്ഥമായി നാം ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പ്രത്യാശ നാടിനെ നോക്കി പാർക്കുവാൻ അവിടെ ചെന്ന് എത്തിച്ചേരുവാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണം. പ്രിയമുള്ളവരെ, ഈ നാളുകൾ നാം കേട്ടത് ദൈവദാസന്മാരുടെ പലരിലൂടെ നാം കേൾക്കുന്ന ദൈവവചന ചിന്തകളെ വചനമാകുന്ന ഹല്ലേലൂയ വചനത്തെ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നാം ഒന്ന് കഴുകണം. ഹല്ലേലൂയ കഴുകി ഒന്ന് വെടിപ്പാക്കണം. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഹൃദയവും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കത് ശ്രദ്ധിച്ച് കരുതിക്കൊള്ളുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആ കേട്ട വചനങ്ങളെ നമ്മുടെ ഹൃദയത്തില് നാം അതിനൊത്തവണ്ണം നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോഴാണ് ഹല്ലേലൂയ ആ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തു ആഗ്രഹിക്കുന്നു ഞാൻ വിശുദ്ധനായത് കൊണ്ട് സഭയായ മക്കളും എന്റെ മുൻപിൽ വിശുദ്ധരായി കാണപ്പെടണമെന്നുള്ള കാര്യം സങ്കീർത്തനം 45-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവളെ വചനമാകുന്ന ജലം കൊണ്ട് കഴുകി വെടിപ്പാക്കി കസവ് കൊണ്ടുള്ള ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവതരിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇത് തന്നെയാണ് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ച വാക്യത്തിൽ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. 9-ാം വാക്യത്തിൽ പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഈ ലോകത്തിൽ പലരും ഹല്ലേലൂയ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഹല്ലേലൂയ സമ്പത്തുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞേക്കാം. പക്ഷെ യേശു കർത്താവ് നോക്കുന്നത് നമ്മുടെ കഴിവുകളും നമ്മുടെ അംഗീകാരങ്ങളും അല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾക്ക് ഒത്ത ന്യായവിധിയാണ് ആ കർത്താവ് നമുക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആ കല്യാണ സദ്യക്ക് നാം ക്ഷണിക്കപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരുടെ പട്ടികയിലാണ്. ഹല്ലേലൂയ ഈ സംഭവം എപ്പോൾ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിച്ചവർ, വിശുദ്ധിയോടെ ജീവിച്ചവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ശേഷം വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ വ്യാജമത ലോക സാമ്രാജ്യമായ മഹദിയാം ബാബിലോൺ നശിക്കപ്പെടും. അതിനുശേഷം ഹെർമഗദോൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. ഇതിനു ശേഷമായിരിക്കും ആ കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേദി ഒരുങ്ങുന്നത്. ഹല്ലേലൂയ അതിനു മുൻപ് വിശുദ്ധിയോടെ ജീവിച്ചവർ നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ അതുപോലെ തന്നെ അവിടെ ഒരുങ്ങുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ഒരുക്കപ്പെടുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്ന്, ക്രിസ്തുവും സഭയായ നാമും അവിടെ ഒന്നിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ സന്തോഷമുള്ള ദൈവമക്കളായിരിക്കുന്ന ഇരിപ്പിടങ്ങൾ കൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടായിരിക്കണം. കാരണം ക്രിസ്തുവും സഭയും ഒന്നിക്കുന്ന രംഗമാണ് ഈ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയും. നാമും കർത്താവും അവിടെ ഒന്നിക്കുവാനായിട്ട് പോവുകയാണ്. 2, ഭൂമിയെ വിശുദ്ധ ജീവിതം നയിച്ചവരാണ് നാം എങ്കിൽ ഹല്ലേലൂയ നാം അവിടെ പോയിട്ട് പരമവിജയം അവിടെ ആഘോഷിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ അതുപോലെ തന്നെ ഹല്ലേലൂയ നാം അവിടെ ആയിരിക്കുന്നത് വെറുതെ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല, മറിച്ച് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ നാം അവിടെ ചെന്നെത്തുമ്പോൾ നാമും സ്വർഗീയ ദൂതന്മാരും എല്ലാവരും ചേർന്ന് നമ്മളെ കർത്താവിനെ മഹിമ
മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ പാടി നാം ആ കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ഇടയായിത്തീരും. 4, നമുക്കവിടെ ആനന്ദത്തിന്റെ പ്രത്യാശയുടെ വിരുന്നൊരുങ്ങുകയാണ്. ഹാലലുയ, ആമേൻ, ഹാലലുയ. ഒരു ആനന്ദത്തിന്റെ പ്രത്യാശയുടെ വിരുന്നൊരുങ്ങുമ്പോൾ ഈ ലോകത്തിലെ നാം കഷ്ടം അനുഭവിച്ചതെല്ലാം നാം അവിടെ മറക്കുന്ന ഒരു ദിവസമുണ്ട്. ഹാലലുയ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ ആമേൻ, ഹാലലുയ, ആമേൻ, അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുന്നത്, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, ആമേൻ, എങ്കിലും നാം ധൈര്യപ്പെടണം. ഹാലലിയ, ആമേൻ. ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കരച്ചിലില്ലാത്ത, പല്ലുകടിയില്ലാത്ത, വേദനയില്ലാത്ത ഒരു നാട്ടിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകുവാനായിട്ട് നമുക്കൊരു ഭവനം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഹാലലിയ ഒരുക്കത്തോടെ നാം ഏവരും ഇന്നായിരിക്കുന്നത്. ഹാലലിയ, ഒരു ആനന്ദത്തിന്റെ പ്രത്യാശയുടെ വിരുന്ന് നമുക്കവിടെ ഒരുങ്ങുമ്പോൾ ഭൂമിയിൽ നാം അനുഭവിച്ച കഷ്ടതകളെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതയാത്ര നാം അവിടെ തുടങ്ങുകയാണ്. ഹാലലുയ. അന്ന് ഹാലലുയ, ആമേൻ, ശത്രുക്കൾ, ഹാലലുയ, ആമേൻ, പൈശാചിക ശക്തികളുടെ നേരെ നാം അന്ന് വിജയം ആഘോഷിക്കുകയാണ്. ഹാലലുയ. ഇതിനു വേണ്ടി തന്നെയാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചത്, ഹാലലിയ, കാട്ടൊലിവായ നമ്മെ നാട്ടൊലിവായ ക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർത്തത്, ചേറ്റിലായ നമ്മെ, ഹാലലുയ, കുഴഞ്ഞതായ ചേറ്റിൽ നിന്ന് നമ്മളെ കരം പിടിച്ച് ഉയർത്തി, ഹാലലുയ, ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ നട്ടിരിക്കുന്നത്, നമ്മെ നിർത്തിയിരിക്കുന്നത്, ഹാലലുയ, നാം നശിച്ചു പോകാതെ നാം നിത്യതയിൽ കാണണമെന്നുള്ള കർത്താവിന്റെ ആഗ്രഹം തന്നെയാണ്. ഒരിക്കൽ ആമേൻ നമുക്ക് മുൻപേ ജീവിച്ചിരുന്ന ഒരു ഭക്തൻ, സാധു കൊച്ചു കുഞ്ഞുപദേശിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ക്രൈസ്തവ ലോകത്തിൽ നിരവധി ആമേൻ ഗാനങ്ങൾ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് ആമേൻ സാധു കൊച്ചു കുഞ്ഞുപദേശി എന്ന് പറയുന്നത്. ഏകദേശം 175 സെന്റിമീറ്ററോളം പൊക്കമുള്ള ഒരു കറുത്ത, ഒരു സ്ഥൂലിച്ച ശരീരമുള്ള ഒരു കർത്താവിന്റെ ദൈവദാസൻ. ഹാലലിയ. പട്ടിണി കിടക്കയിലും, ഹാലലിയ, ആമേൻ, ഹാലലിയ, പുറമെയുള്ള, ഹാലലിയ, ഒരു, ഹാലലിയ, യാതൊരു വിധത്തിലുള്ള ക്വാളിറ്റീസും തനിക്കില്ലായിരുന്നു. പക്ഷേ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറപ്പോൾ ദൈവം തന്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കഷ്ടതകൾ വന്നു, പ്രതിസന്ധികൾ വന്നു, പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ വന്നു, ജീവിതത്തിൽ പലവിധമായ വെല്ലുവിളികൾ വന്നു. എങ്കിലും ഭക്തൻ, ഹാലലിയ, ദൈവത്തിലുള്ള ആശ്രയം കൈവിട്ടില്ല. ഹാലലിയ, ആമേൻ. തന്റെ ഭവനത്തിന്റെ അടുത്ത് ഒരു വിവാഹം നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഈ ഒരു വിവാഹത്തിന് തന്നെ ക്ഷണിക്കുമെന്നുള്ള ഒരു ആഗ്രഹം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എന്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം നല്ല രീതിയിൽ വയറ് നിറച്ച് കൊടുക്കാമായിരുന്നു, എന്റെ ഭാര്യയെ എനിക്ക്, ഹാലലുയ, നല്ല രീതിയിൽ, ഹാലലുയ, പോഷിപ്പിക്കാമായിരുന്നു എന്നൊക്കെ തന്റെ ഹൃദയത്തിൽ താൻ തീരുമാനിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു വിവാഹത്തിന് തന്നെ ക്ഷണിക്കുവാനായിട്ട് ഇടവന്നില്ല. പക്ഷേ തന്റെ ആ ഒരു സമയത്തിൽ, ഹാലലുയ, പലരും ആ ഒരു വിവാഹത്തിലേക്ക് കടന്നുപോയി. പക്ഷേ തനിക്ക് അവിടെ പോകുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ വരുന്ന എല്ലാവർക്കും ഒരു നേരത്തെ ആഹാരം താൻ കഴിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ കർത്താവ് നോട്ട് ചെയ്ത് വെക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഹാലലുയ, ആമേൻ. എങ്കിലും ദൈവദാസൻ തന്റെ ഭവനത്തിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട്, ആമേൻ, ഹാലലുയ, ആമേൻ, കർത്താവിനോട് ഈ വിഷയം ഒന്ന് സമർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഹാലലുയ. മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിലേക്ക് ഒന്ന് കരഞ്ഞപ്പോൾ തന്റെ ഭവനത്തിന്റെ അടുത്ത് ഒരു പടകുണ്ട്. അവിടെ അവൻ 2 പേർ ഒരു വള്ളത്തിൽ വന്നിട്ട് തന്റെ ഭവനത്തിൽ വന്നിട്ട് അമ്മ മുട്ടുകയാണ്. ഇത് കൊച്ചു കുഞ്ഞുപദേശിയുടെ വീടല്ലേ? താൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. താൻ നോക്കിയപ്പോൾ തനിക്ക് ഇന്ന് കഴിക്കേണ്ട ആഹാരങ്ങൾ, അതായത് വേവിച്ച ആഹാരം, ഇനി വേവിച്ച് കഴിക്കാനുള്ള ആഹാരങ്ങളെയും അവൻ തനിക്ക് അവർ കൊണ്ടുവരുവാനായിട്ട് ഇടയായിരുന്നു. പ്രിയ ദൈവമക്കളെ, അവൻ ഈ ലോകത്തിലെ പലരും നമ്മെ അവഗണിച്ചേക്കാം. പക്ഷെ ഹാലലിയ, ഈ കല്യാണം എന്ന് പറയുന്നത് ലോകത്തിൽ പലരും അവഗണിച്ചാലും ആമേൻ, ഹാലലിയ, കർത്താവ് നമ്മുടെ മുഖം ആമേൻ നോക്കാതെ വണ്ണം നമ്മുടെ ഹൃദയങ്ങളെ അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഹാലലിയ. ആ കർത്താവ് നമുക്ക് വേണ്ടി, ഹാലലിയ, കാൽവറിയിൽ യാഗമായ ആ ഒരു അനുഭവത്തെ നാം ഓർത്തുകൊണ്ട് കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ ജീവിതം ആമേൻ നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് നാം നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കണം. അങ്ങനെ വന്നപ്പോൾ ആ ഭക്തൻ, ഹാലലിയ, ദൈവം എനിക്ക് വേണ്ടി കരുതിയ വിധങ്ങളെ ഓർത്താൽ നന്ദിയേകിടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇപ്രകാരം ഒരു വരി എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നു. കല്യാണശാലയിൽ എന്നെ വിളിച്ച് എന്റെ സന്താപമൊക്കെയും തീർക്കുന്ന ഒരു നാളുണ്ട്. ഹാലലിയ. ആ നാൾ ഏറ്റവും അടുക്കലായിരിക്കുമ്പോൾ, ശീഘ്രം വരുന്നതിന്റെ ആമേൻ, ഹാലലിയ, ആ നാൾ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഹാലലിയ, ആ കാന്തൻ വരുന്ന നാളിൽ, ഹാലലിയ, ആമേൻ, ലോകത്തിൽ പലരും നമ്മെ അവഗണിച്ച് മാറ്റി നിർത്തിയാലും, ഹാലലിയ, ദൈവം നോക്കുന്നത് നമ്മുടെ പുറമേയുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നുമല്ല. അങ്ങനെയെങ്കിൽ യേശു കർത്താവിന്റെ കൂടപ്പെട്ട ശിഷ്യന്മാരുടെ പദവിയോ അംഗീകാരങ്ങളോ ഒന്നും നോക്കിയല്ല കർത്താവ് സെലക്ട് ചെയ്തത്.
ഹാലലിയ. അവരിൽ അവൻ ചുങ്കം പിരിവുകാരുണ്ടായിരുന്നു, വിശ്വഗുരന്മാരുണ്ടായിരുന്നു. ഹാലലിയ. അവരെ എല്ലാം കർത്താവ് ഹാലലിയ അവൻ കർത്താവിന്റെ പട്ടികയിൽ അവൻ ചേർക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇതുപോലെ തന്നെയാണ് ഹാലലിയ നമ്മയും വിളിച്ച് നമ്മൾ സന്താപമൊക്കെയും തീർക്കുന്ന ഒരു നാളുണ്ട്. ഹാലലിയ. അവൻ പാട്ടുകാരൻ അവൻ ആ കൊച്ചു കുഞ്ഞുപദേശി പാടിയ ഒരു ഗാനത്തെ നാം എല്ലാവരും ചേർന്ന് പാടുന്ന ഗാനമാണ്. കല്യാണശാലയിലും നമ്മെ വിളിച്ച് സന്താപം തീർക്കുന്ന ഒരു നാളുണ്ട്. ഹാലലിയ. ആ കാര്യം നാം മറന്നുപോയത്. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന ശീഘ്രം വരും എന്റെ കാന്തൻ വരും എനിക്കുല്ലാസമായി ബഹുകാലം വാഴാൻ. ഓ ശീഘ്രം വരും എന്റെ കാന്തൻ വരും എനിക്കുല്ലാസമായി ബഹുകാലം വാഴാൻ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആമേൻ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പ്രിയമുള്ളവരെ, നാം ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി തീരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നാം വിശുദ്ധിയോടെ കറയും ചുളുക്കവും മാലിന്യവും ഒന്നുമില്ലാത്ത ഒരു ജീവിതം നാം കാഴ്ചവെക്കണം. ഹല്ലേലൂയ. ഇന്ന് നാം വിശുദ്ധിയോടെ നിൽക്കുവാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്കും ആ കല്യാണ വേദിയിൽ ഭാഗവാക്കുവാൻ ആമേൻ ദൈവം അവസരം നൽകി തരുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതും കർത്താവ് നമുക്ക് വേണ്ടി പ്രയത്നിച്ചത് എല്ലാം നാം ഓർത്തുകൊണ്ട് ഒരു കുഞ്ഞാടായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമുക്കിനി ഒരു യാഗമൃഗത്തിന്റെ ആവശ്യമില്ല. ആമേൻ. മറിച്ച് നമ്മുടെ പാപങ്ങൾ നമ്മുടെ കർത്താവിനോട് നാം ഏറ്റു പറയുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ യേശു കർത്താവിന്റെ മുൻപാകെ നമ്മുടെ സകല ഭാരവും ഒന്ന് ഇറക്കി വെച്ചിട്ട് അവൻ നമ്മുടെ പാപങ്ങളെ കർത്താവിനോടൊന്ന് തുറന്നു പറഞ്ഞിട്ട്, കർത്താവെ എന്റെ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഒരു പക്ഷെ പ്രാർത്ഥന കുറവായിരിക്കാം, ഒരു പക്ഷെ ദൈവവചന ധ്യാനത്തിൽ ആമേൻ വന്നുപോയ ആമേൻ ഹല്ലേലൂയ വചനം വായിക്കുവാൻ തീരുമാനമെടുത്തു, പക്ഷെ വായിക്കുവാൻ കഴിയാതെ പോയതായിരിക്കാം. പക്ഷെ ഒരു പക്ഷെ ഇവിടെ വിശുദ്ധ ജീവിതത്തിൽ വന്നുപോയ മങ്ങലുകൾ ഹല്ലേലൂയ ആയിരിക്കാം. പക്ഷേ ഏതുവിധ പാപത്തെയും എന്റെ കർത്താവ് ക്ഷമിച്ചു തരുവാനായിട്ട് ഇടയായിത്തീരും. നാം ഇത്രമാത്രം ചെയ്യുക. നമുക്കിനി ഒരു യാഗമൃഗത്തെ കൊണ്ടുപോയി അർപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ ഒരു യാഗമൃഗത്തിന്മേൽ കൈവച്ചിട്ട് ആമേൻ നമ്മുടെ കുറ്റത്തെ ആ മൃഗത്തിന്മേൽ ചുമത്തേണ്ട ആവശ്യമില്ല. മറിച്ച് ആമേൻ യേശു ക്രിസ്തുവിനോടൊന്നും തുറന്നു പറയുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഹല്ലേലൂയ ആ കർത്താവിന്റെ ആമേൻ ക്രൂശ് മരണത്തെ ആ യാഗത്തെ നാം ഒന്ന് ഓർക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ നമ്മോട് മായിച്ച് ഹല്ലേലൂയ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധിയോടെ നിന്നുകൊണ്ട് ആമേൻ ആ ഒരു ഓഹരി പ്രാപിക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകി തരുമാറാകട്ടെ. ഇത്രയും സമയം എന്റെ ശുശ്രൂഷയെ കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.